ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് മാസം മുതൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനഃക്രമീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പാചകവാതക സിലിണ്ടറിന്റെ വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. ഇന്നു മുതൽ പാചകവാതക സിലിണ്ടറുകളുടെ വില കുറയുകയാണ്. പുതുക്കിയ നിരക്ക് മെയ് 1 വ്യാഴാഴ്ച മുതൽ, അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറിന്റെ വിലയാണ് ഏകദേശം 17 രൂപയായിട്ട് കുറച്ചിരിക്കുന്നത്. സിലിണ്ടറുകളുടെ വില കുറയുന്നത് റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസമാകും. ഏപ്രിലിൽ വാണിജ്യ LPG 19 കിലോഗ്രാം സിലിണ്ടറിന്റെ നിരക്ക് 41 രൂപ കുറച്ചിരുന്നു. മാർച്ച് 1 സിലിണ്ടറിന് 6 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് തൊട്ടടുത്ത മാസം കുറവ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഗാർഹികാവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകളുടെ നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. അടുത്ത അറിയിപ്പ്, പെട്രോളിയം ഗ്യാസ്, അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ 2000 എന്ന നിയമത്തിന്റെ കീഴിലാണ് പാചകവാതക വിതരണം സാധാരണയായി നടക്കുന്നത്. ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോഴും രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും സിലിണ്ടർ എത്തിച്ചു നൽകണം. ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിന്റെ പക്കലിൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങുവാൻ പാടില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മേഖലയിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം. നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടർ 29.5 കിലോഗ്രാം തൂക്കമുണ്ടാകണം. അതിൽ 14.2 കിലോ പാചകവാതകവും 15.3 കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും. സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം. ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്കരിക്കാവുന്നതാണ്. തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കുവാനും സാധിക്കും. അടുത്ത അറിയിപ്പ്, ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ്. അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ്. ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കുവാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസിയിൽ നിന്നും വാങ്ങുവാൻ നിർബന്ധിക്കരുത്. ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എന്ന കമ്പനികളുടെ കീഴിൽ വരുന്നതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ ശിക്ഷാ നടപടികൾക്ക് പൂർണ്ണ അധികാരമില്ല. ഇത് സംബന്ധിച്ച് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടിയെടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജുകൾ ഉൾപ്പെടെയുള്ള തുകയാണ് MRP. അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.